ഹലോ. അപ്പോൾ ഇന്ന് ആ കല്യാണമാണ് കേട്ടോ. ഞാനന്ന് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനും ബാത്തും എല്ലാവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ചെറിയ അമ്മായിയും മക്കളും പിന്നെ ഉമ്മയും ഞാനും ബാത്തും മോനും എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കല്യാണ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അമ്മായിൻ്റെ കൂടെ ഒരുപാട് ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ ഇതാ ഇവിടെയുള്ള ആൾക്കാരെയും ഒക്കെ എപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ്റെ ഉമ്മ. പിന്നെ ഈ പോകുന്നതാണ് എൻ്റെ അമ്മായി, എൻ്റെ വലിയ അമ്മായിയാണ് കേട്ടോ. നിങ്ങൾ മറ്റേ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പാത്തുവിന് ഫുഡ് എടുക്കായിരുന്നു കേട്ടോ. അമ്മേൻ്റെ മോളെ കണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ, അവരെ എടുക്കുക ഇവരെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പിന്നെ വീട്ടിലോട്ട് ഇറങ്ങാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പാത്തുവിൻ്റെ ഡ്രസ്സ് ഇട്ട് മാറിയപ്പോഴേക്കും ആള് തലമ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്തുവിൻ്റെ തല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ നോക്കിയേ, ഇതെൻ്റെ ഒരു അരമണിക്കൂറത്തെ സമയത്ത് കഷ്ടപ്പാടാണ് കേട്ടോ. ഇങ്ങനെ നാക്കിയെടുക്കാൻ ഞാൻ കുറച്ചൊന്നുമല്ല കേട്ടോ കഷ്ടപ്പെട്ടത്. പിന്നെ ഉമ്മ റെഡി വന്നിട്ടുണ്ട്. ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. ഇന്ന് രാവിലെ നിക്കാഹാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകണം. പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് മെയിൻ റോഡിലോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ അമ്മായിയും കുട്ടികളൊക്കെ ആയിട്ട് അവരോട് നേരത്തെ തന്നെ അവിടെ ചെന്ന് നിന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിൽ ഓട്ടോയിൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മളവിടെ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പയും അമ്മോനും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവരും ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേ നമുക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ പിന്നെ അത്യാവശ്യത്തിന് നല്ല വോളിയത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല കാറ്റുള്ളതുകൊണ്ടും പാത്തുവിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നിക്കാഹും വൈകിട്ട് റിസപ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ പാത്തുവിനെ കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അവളെന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആക്കുമെന്നുള്ളത്. പക്ഷെ അവളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ എനിക്ക് ആ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനന്ന് കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണണ്ടേ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സുകൾ എങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ഡിസൈൻ ചെയ്ത ഓരോ ഡ്രസ്സുകളും. കുട്ടികൾക്ക് വേറൊരു മോഡലും വലിയവർക്ക് വേറൊരു മോഡലും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ആ ഡ്രസ്സുകളിൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇതുവരെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ഡ്രസ്സ് ഇടുമ്പോൾ അവർക്കൊരു ഇത് തോന്നരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്കാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ ഔട്ട്ഫിറ്റ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ മുത്തമ്മയും മക്കളും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടാണ് ഉമ്മ ഈ കൈ കൊണ്ട് കാണിക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് ഡ്രസ്സിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ നമ്മളന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ കുറച്ച് ഫാമിലീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കുറേ കാലത്തിന് ശേഷം. അങ്ങനെ അവർ യൂട്യൂബിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി വരുന്നത്. ഇതെൻ്റെ മുത്തപ്പയും മുത്തമ്മയാണ്, പിന്നെ ഉമ്മ, പിന്നെ അമ്മായിയുടെ മോള്, പിന്നെ ഇതെൻ്റെ അമ്മോന്. അങ്ങനെ നമ്മുടെ ചെറിയ ഫാമിലിയുടെ എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി നിൽക്കാൻ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഫാമിലീനെ നമുക്ക് വീഡിയോയിൽ കിട്ടുള്ളൂ. പിന്നെ ഉപ്പ പാത്തുവിന് ജ്യൂസ് കൊടുക്കുകയാണ്. ആൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിരുന്നല്ലോ. അങ്ങനെ ആൾക്ക് ജ്യൂസ് എത്ര കുടിച്ചിട്ടും തികയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അവളെ എടുത്തിട്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറിയപ്പോഴേക്കും നിക്കാഹിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഏത് നിക്കാഹായാലും ഏത് കല്യാണമായാലും എനിക്ക് കൂടുമ്പോൾ നെഞ്ചിനൊരു പറിച്ചിലാണ് കേട്ടോ. കാരണം എന്തോ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണോ എന്താ കാര്യങ്ങളെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലൊരു പറിച്ചിലാണ് വരിക. ഞാനപ്പോൾ പഠിച്ചവനോട് പറയാറുണ്ട്, പഠിച്ചവനെ അവരുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം എല്ലാ കാലത്തും അവർക്ക് കൊടുക്കണേ, അവർക്ക് എല്ലാ കാലത്തും ഇതുപോലെ ഒത്തൊരുമിച്ചിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത്. കാരണം എന്താ പറയുക, ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും ഓരോ പ്രതീക്ഷകളോടെയാണല്ലോ നമ്മൾ പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് ആ സന്തോഷം എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ എൻ്റെ ഉപ്പാൻ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഉപ്പാനെ കിട്ടലില്ല. ഉപ്പ കാണാണ്ട് എടുക്കാന്നല്ലാണ്ട് ഉപ്പാൻ അറിഞ്ഞുകൊണ്ട് കിട്ടലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പ അടുത്തിരുന്നപ്പോൾ ഉപ്പാനെ വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായിൻ്റെ ഫാമിലി. പിന്നെ ഇതാണ് പയ്യൻ്റെ ഫാമിലി കേട്ടോ. ഇതാണ് അവരുടെ ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അതിലോട്ടാണ് ഇനിയിപ്പോൾ മോളും കൂടി വരാൻ പോകുന്നത് കേട്ടോ. ഇതാണ് പയ്യൻ്റെ വല്യമ്മ, അതായത് എൻ്റെ അമ്മായിയുടെ ഉമ്മ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രൈഡിൻ്റെ എൻട്രി ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഹർ കെട്ടിക്കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇനി റിസപ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉറക്കം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കരച്ചിലൊക്കെ പാസ്സാക്കിയിട്ട് നല്ല ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളോട് ഉപ്പ ബിപിയങ്ങാടിയിൽ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരുടെ കൂടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും ബസ്സിൽ കുട്ടികൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഓണായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പിള്ളേരായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി വെയിറ്റ് ആക്കിയപ്പോഴേക്കും ഉപ്പ വന്നിട്ട് നമ്മളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി റിസപ്ഷനിലുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.